അസ്സലാമലൈക്കും. റിനുവിന് സ്കൂൾ അടച്ചതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. അവനക്ക് ഇനി സ്കൂളിൽ പോകണ്ടല്ലോ 10 ദിവസം പറഞ്ഞിട്ട് അവന് ഭയങ്കര ഹാപ്പിയിലാണ്. രാവിലെ തൊട്ടിരിക്കാൻ തുടങ്ങിയിട്ട് ടി വിൻ്റെ മുന്നിൽ. പിന്നെ 3 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ, പുറത്തിറങ്ങാൻ പറ്റണില്ല. പിന്നെ എന്താ, ഞാൻ ബദാം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അവനക്ക് തോല് കളഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കൂട്ടാ. അപ്പോൾ അവന് ഇഷ്ടമാണ് അത് കഴിക്കാൻ. പിന്നെ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ചായക്ക് എന്താപ്പം ഉണ്ടാക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ പ്രാന്തായി. പിന്നെ ഞാൻ ദോശമാവുണ്ട്, അപ്പം അതിൽ ദോശ ഇട്ടിട്ട് തേങ്ങയും പഞ്ചസാരയും മിക്സാക്കിയിട്ട് ദോശയിലിട്ട് കഴിക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി ചായയും വെച്ച്. ഞാനും വല്യമ്മയും റീനു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വല്യമ്മക്കും ഒരെണ്ണം, ഞാൻ രണ്ടെണ്ണം, അങ്ങനെ 3 ദോശ ഉണ്ടാക്കി. പിന്നെ റീനുവിന് ഒരു ചെറിയൊരു ദോശ ഉണ്ടാക്കിയിട്ട് അവനക്ക് പാലൊഴിച്ചിട്ട് കൊടുക്കുക വെച്ചിട്ടാണ് കേട്ടോ. ഇത് മൈദമാവിലാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാറ്. അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയതിന് ടേസ്റ്റ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഇടയ്ക്കൊക്കെ കഴിക്കും ചായക്കൊക്കെ. അപ്പോൾ റീനു കഴിക്കില്ല. അപ്പോൾ അവനക്ക് ഞാൻ ചെറിയൊരു കുട്ടി ദോശ ഉണ്ടാക്കിയിട്ട് പാലൊഴിച്ച് കൊടുത്ത്. ഇനി ഞങ്ങൾ ചായ കുടിയും കഴിഞ്ഞിട്ട് പിന്നെ രാത്രിക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറികളും ഉപ്പേരിയും ചോറും മീൻ വറുത്തതും പിന്നെ മീൻ കറി ഞാൻ വെച്ചിട്ടോ. മീൻ കറി ഇങ്ങനെ വറുത്തരച്ചിട്ടുള്ള മീൻ കറി ഉണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ് മീൻ കറി. അയിലക്കറി വീട്ടിലെ അച്ഛന് കുമ്പളങ്ങ ഒരു കഷ്ണം തന്നിട്ടോ, അത് വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്